എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉത്തർപ്രദേശിൽ ചന്ദോളി ജില്ലയിൽ മുഗൾസറായിൽ നിന്നും ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാബത്പൂരിലേക്ക് പോകുന്ന റോഡിലാണ്. ഈ ഉത്തർപ്രദേശിൻ്റെ റോഡുകളുടെ വികസനങ്ങളെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ടോ സമയം കൊണ്ട് പണി തീർത്ത ഒരു റോഡാണിത്. ഇതുകൊണ്ടോ ഈ റോഡ് നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ സൈഡിൽ 3 വരി, ഈ സൈഡിലും 3 വരി. കണ്ടോ, ഇതിൻ്റെ നടുക്കായിട്ട് വൃക്ഷങ്ങൾ നട്ടുവച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ റോഡുകൾ, പാലങ്ങൾ, ഓവർ ബ്രിഡ്ജുകളൊക്കെ വളരെ സ്പീഡിലാണ് പണിത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തർപ്രദേശിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പല ആളുകൾക്ക്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ കേരളത്തേക്കാൾ അടിപൊളി റോഡുകളാണ് ഇവിടെ ഉത്തർപ്രദേശിൽ. അടിപൊളി റോഡുകൾ, പാലങ്ങൾ, ഓവർ ബ്രിഡ്ജുകൾ. ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഈ റോഡിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷേ ഈ റോഡുകളൊക്കെ നമ്മൾ കാണണം. കേരളത്തിൽ ഇതുപോലെ ഈ 6 വരി പാത ഒരു സ്ഥലങ്ങളിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ റോഡുകളൊക്കെ വൻ സെറ്റപ്പാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഉത്തർപ്രദേശിൻ്റെ, ബീഹാറിൻ്റെയും വികസനങ്ങളൊക്കെ. കഴിഞ്ഞ 70 വർഷക്കാലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ട് ഈ നാടെല്ലാം അവർ മുടിച്ചു. ഒരു വികസനം പോലും അവർ ചെയ്തില്ല. കിട്ടിയ കാശെല്ലാം അവർ അടിച്ചു മാറ്റി അവരുടെ ആളുകൾ സുഖലോലിപന്മാരായി ജീവിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2014 അധികാരമേറ്റതിന് ശേഷം ഇന്ത്യ ഒരു വൻ കുതിച്ചുചാട്ടത്തിലേക്കാണ്. വലിയ വികസനങ്ങളാണ്. ഉത്തർപ്രദേശിൽ എല്ലാ ജില്ലകളിലും തന്നെ മെഡിക്കൽ കോളേജ് ആയിട്ടുണ്ട്. അതുപോലെ റോഡുകളുടെ വികസനം, പാലങ്ങൾ, ഓവർ ബ്രിഡ്ജുകൾ, യൂണിവേഴ്സിറ്റികൾ, അതുപോലെ എയർപോർട്ടുകൾ. ഈ അടുത്ത നാളുകളിലാണ് ഛത്രപതി ശിവാജി എയർപോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലെ ഇന്ത്യ ഒട്ടാകെ വൻ വികസന പദ്ധതികളാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡുകൾ. അത്ഭുതപ്പെട്ടു പോകും ഇവിടുത്തെ വികസനം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാടൊക്കെ ഈ UP, ഉത്തർപ്രദേശ് കണ്ടു പഠിക്കണം. ഉത്തർപ്രദേശിലെ റോഡുകൾ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തിൽ വിരലിലുണ്ടാവുന്ന റോഡുകൾ പോലും ഇല്ല നമുക്ക് നേരെ വണ്ടി ഓടിച്ചു പോകാവുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കോതമംഗലം മുതൽ മൂന്നാർ വരെയുള്ള റോഡ് എടുത്ത് പരിശോധിച്ചാൽ ഒരു 25,000 കുഴികളെങ്കിലും കാണും അതിൻ്റെ അകത്ത്. എന്നാൽ ഇവിടെ നോക്കൂ, ഏതെങ്കിലും ഒരു കുഴി ഈ റോഡിലുണ്ടോ? നമുക്ക് വളരെ സിമ്പിളായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ചായ കുടിക്കുകയോ അതുപോലെ തന്നെ നമുക്ക് കഴിച്ചുകൊണ്ട് പോകാം. കണ്ടോ, എത്ര സിമ്പിളാന്ന് നോക്കിക്കേ. അപ്പോൾ BJPയുടെ ഭരണത്തിലുള്ള വികസനം അത് എടുത്തു പറയത്തക്ക വികസനങ്ങളാണ്. 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കോൺഗ്രസ് ഭരിച്ചത് 70 വർഷം. അതിന്റെ പകുതി വർഷം, അതായത് 35 വർഷം ലഭിച്ചാൽ ഇന്ത്യയെ മാറ്റിക്കളയും. കണ്ടോ, നോക്കിക്കേ, എന്നാ നല്ല പാലങ്ങൾ,
റോഡുകൾ, ഇതൊക്കെ കേരളത്തിലുള്ളവർ കാണണം. പലപ്പോഴും ഞങ്ങളെ പോലുള്ള സംഘികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ കണ്ടോ, സംഘികളുടെ നാട്ടിലെ വികസനം അത് കാണണം. ദേവു കണ്ടോ, കണ്ടോ, വാരണാസി, ബാബത്പൂർ എയർപോർട്ട്, ഗാജിപൂർ കണ്ടോ. പ്രധാനമായിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഗംഗാ നദിയിലേക്ക് മുകളിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് കാണാം, ഇതേണ്ട ഗംഗാ നദി എത്തി. ഗംഗാജി എന്നാണ് പറയപ്പെടുന്നത്, ഗംഗാജി. ഇതുകൊണ്ടോ, ഇതിന് ഗംഗാ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ്. ഈ കാണുന്നതെല്ലാം ഗംഗാ നദിയുടെ തടങ്ങളാണ്. ഈ കാണുന്നതൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്. കണ്ടോ, നമ്മളങ്ങനെ ഗംഗാ നദി കുറുകെ കടക്കുകയാണ്. ഇത് കണ്ടോ. അപ്പോൾ കേരളത്തിലുള്ള ഈ BJP ഗവൺമെന്റിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരൊക്കെ ഇത് കണ്ണു തുറന്നൊന്ന് കാണുക. ഇവിടുത്തെ വികസനം ഈ കാണുന്നതാണ് ഗംഗാ നദി. ഇത് കേട്ടോ, ഈ ഗംഗാ നദിയുടെ മണലാരണ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, ഗംഗാ നദിയുടെ മണലാരണ്യങ്ങൾ കണ്ടോ. പവിത്രമായ ഗംഗാ നദിയുടെ കുറുകെയുള്ള പാലമാണ്. അതിൻ്റെ മുകളിലൂടെയുള്ള യാത്രയാണ് ഈ കാണുന്നത്. എത്ര സുന്ദരമായ പാലം ഉണ്ടോ. നല്ല ദൂരമുണ്ട് ഇതിന്. അപ്പോൾ ഒരു 25 വർഷം അടുപ്പിച്ച് BJP ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളായിരിക്കും. നമ്മുടെ രാജ്യമൊക്കെ ജപ്പാൻ പോലെ വികസിത രാജ്യമായി മാറും. ഇത് കണ്ടോ, ഗംഗാ നദിയിലെ തീരത്ത് കിടക്കുന്ന മണലാണ്. ഈ ഗംഗാ നദിയിലുള്ള മണൽ മാത്രം മതി ഇന്ത്യയിലുള്ള സകല വീടും പണിയാൻ. ഇത് കണ്ടോ, ഇത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ കാണുന്നത് മണലാ, വെള്ളമല്ല, മുഴുവൻ മണലാണ്. ഇത് കണ്ടോ, നല്ല വെള്ളമുള്ള സമയം ഇവിടെ എല്ലാം കവർ ചെയ്ത് വെള്ളം പോകും. ഈ പാലത്തേക്കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉത്തർപ്രദേശിലെ വികസനങ്ങൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഒരു നല്ല റോഡുണ്ടോ, നല്ലൊരു പാലമുണ്ടോ, നല്ലൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇവർ ഈ കട്ടുമുടിച്ചതല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അവർ കിട്ടിയ കാശ് പരസ്പരം വീതിച്ചെടുത്തതല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തില്ല. അപ്പോൾ പറയും 4 യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, 4 റോഡ് ഉണ്ടാക്കി എന്നൊക്കെ പറയും. എന്നാൽ യഥാർത്ഥമായ വികസനം വന്നത് നരേന്ദ്രമോദിയുടെ ഭരണം കാലഘട്ടങ്ങളിലാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചുമ്മാ പറയുകയല്ല, റോഡുകളും പാലങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. വേണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ആജംഘട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 140 കിലോമീറ്റർ ദൂരമുണ്ട്. എൻ്റെ കൂടെ ഗൗതംജി ഉണ്ട്. ഗൗതം നമ്മുടെ സ്കൂളിലെ ഡ്രൈവറാണ്. ഗൗതമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ആജംഘട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി കുറച്ച് കമ്പിളിയൊക്കെ കൊടുത്ത് വരാം. കേട്ടോ, ഈ പ്രദേശങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ, എത്ര സുന്ദരമാണ്. ഇതൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. കണ്ടോ, അപ്പോൾ ഇത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ
ഈ ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള നിങ്ങളുടെ